ഈ റിയാക്ഷൻ ടർബൈനെ നമ്മൾ മെയിനായിട്ട് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ടർബൈൻ ക്യാൻ ബി റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആൻഡ് മിക്സ്ഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോ ഇൻ റേഡിയൽ ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താണ്? റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. അതിനെ നമുക്ക് ഇൻവേർഡ് ഫ്ലോ ടർബൈൻ ആൻഡ് ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയാം. സോ ഇൻവേർഡും ഔട്ട്വേർഡും. ഇൻവേർഡിന് എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയും. സോ റിയാക്ഷൻ ടർബൈൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. അവിടെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് റേഡിയൽ ആയിരിക്കും. ആ റേഡിയലായിട്ടുള്ള ഡയറക്ഷനിലുള്ള വാട്ടർ ഫ്ലോ ഇൻവേർഡ് ആണെങ്കിൽ അത് ഇൻവേർഡ് ഫ്ലോ ടർബൈനും ഔട്ട്വേർഡ് ആണെങ്കിൽ അത് ഔട്ട്വേർഡ് ഫ്ലോ ടർബൈനുമാണ്. ഇൻവേർഡിനുള്ള ഒരു എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ വാട്ടർ ഫ്ലോ ഫ്രം ദ റണ്ണിങ് അലോങ് ദ ഡയറക്ഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അവിടെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഇവിടെ 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് വൺ ഈസ് പ്രോപ്പല്ലർ ടർബൈൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കെപ്ലാൻ ടർബൈൻ. ദെൻ തേർഡ് വൺ ഈസ് മിക്സഡ് ഫ്ലോ ടർബൈൻ. വാട്ടർ ഫ്ലോസ് ത്രൂ ദ റണ്ണർ ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ. റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും, ബട്ട് ലീവ്സ് ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് റണ്ണർ. അതായത് റേഡിയൽ ആവുമ്പോൾ എന്തായിരിക്കും? റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും. മിക്സഡിലും റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും, പക്ഷേ അത് വാട്ടർ എന്തിലേക്കും പോവുക? പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. ദ ഫ്രാൻസിസ് ടർബൈൻ മീൻസ് ദ ഫ്രാൻസിസ് ടർബൈൻ ഈസ് ഇൻ ദ inward flow of reaction turbine having the radial discharge at outlet. Is it clear? It was the first turbine which was designed by Francis. എന്നുവെച്ചാൽ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടൈപ്പിൽ ഉണ്ടായ ഫസ്റ്റ് ടർബൈനാണ് ഏത്? ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഈവൻ ദീസ് ഡേയ്സ്. ഇപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതും ഫ്രാൻസിസ് ടർബൈനാണ്. ഇൻ ദ മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ the water enters the runner of the turbine in the radial direction at outlet and leaves in the axial direction of flow at inlet of the runner. കണ്ടില്ലേ? ഇതിൽ വാട്ടർ എൻ്റർ ചെയ്യും റണ്ണറിലേക്ക്, എന്നിട്ട് റേഡിയൽ ഡയറക്ഷനിൽ പോയിട്ട് ഔട്ട്ലെറ്റിൽ ലീവ് ചെയ്യും ആക്സിയൽ ഡയറക്ഷനിൽ. This modern Francis turbine is a mixed flow of turbine. The velocity triangle at the inlet and outlet of the turbine are drawn in the same way. ഒരേ രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. In the case of inward flow reaction turbine, so ഫിക്സഡ് ഗേറ്റ് ബ്ലേഡ് ഉണ്ടാവും, അതേപോലെ റിവോൾവിംഗ് വീൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കെപ്ലാൻ ടർബൈൻ. കെപ്ലാൻ ടർബൈൻ എന്തായിരുന്നു? ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. ആൻഡ് ഇൻ ദിസ് വിച്ച് ഈസ് ദ ഫ്ലോ ഓഫ് വാട്ടർ പാരലൽ ടു ദ ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ലാർജ് ക്വാണ്ടിറ്റീസ് അവൈലബിൾ അറ്റ് ലോ ഹെഡ്സ്. ആൻഡ് ഇതാണ് ഒരു കെപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. ഇതാണ് ടർബൈൻ്റെ റണ്ണർ എന്ന് പറയുന്നത്. കെപ്ലാൻ ടർബൈൻ്റെ റണ്ണർ എന്ന് പറയുന്നത്. റണ്ണറിൽ വെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഷാഫ്റ്റ്, അതേപോലെ ഹബ്ബ്. ഈ ഒരു പോർഷനായിട്ടാണ് നമ്മൾ കാണുക. അതേപോലെ ഇത് ടർബൈൻ അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റിലേക്ക് കണക്ട് ചെയ്താൽ ഈ സാധനമാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഷാഫ്റ്റ് വെച്ചിട്ട് രണ്ട് പോർഷനിലേക്ക് കണക്ട് ചെയ്തു. റണ്ണർ വെയിൻ ഉണ്ട്, ഇതിലേ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യും. അതായത് മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു സ്ക്രോൾ കേസിംഗ് ഉണ്ടാവും, അതേപോലെ ഗേറ്റ് വെയിൻ മെക്കാനിസം. ഈ ഒരു സ്ലോപ്പിൽ നമ്മൾ വെയിൻ കൊടുക്കുന്നതിനാണ് ഗേറ്റ് വെയിൻ മെക്കാനിസം ഉണ്ട്. ആൻഡ് ഹബ്ബ് വിത്ത് വെയിൻ ഓർ റണ്ണർ ഓഫ് ടർബൈൻ ആൻഡ് എ ഡ്രാഫ്റ്റ് ട്യൂബ്. ഇതൊക്കെയാണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ദ വാട്ടർ ഫ്രം പെയിൻ സ്റ്റോക്ക് ടു എൻറ്റേഴ്സ് ദ സ്ക്രോൾ കേസിംഗ് ആൻഡ് മൂവ്സ് ടു ദ ഗേറ്റ് വെയിൻ. ഈ ഒരു ഗേറ്റ് വെയിൻ വഴി പോകും, അല്ലെങ്കിൽ ഈ ഒരു ഗേറ്റ് വെയിൻ വഴി മൂവ് ചെയ്യും. From the vein, the water turns through 90 degree and
ഫ്ലോ ആക്ച്വലി ത്രൂ ദ റണ്ണർ. ഇവിടുന്ന് വന്ന് 90 ഡിഗ്രി തിരിഞ്ഞ് റണ്ണറിലേക്ക് പോകും. ദെൻ ഡ്രാഫ്റ്റ് ട്യൂബ്. നമ്മൾ കെപ്ലാനിലാണെങ്കിലും ഫ്രാൻസിസിലാണെങ്കിലും ഒക്കെ പറഞ്ഞൊരു സാധനമാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ വിച്ച് കണക്റ്റഡ് ടു ദ ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ ടു ദ ടെയിൽ റൈസ്. ഒരു പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യുക റണ്ണറിലേക്ക് അല്ലെങ്കിൽ ടെയിൽ റൈസിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്യൂബിനെയാണ് എന്ത് പറയുന്നത്, ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് ദ ടർബൈൻ ടു ദ ടെയിൽ റൈസ്. And this pipe is gradually increasing the area is called the draft tube. One end of the draft tube is connected to the outlet of the runner, and while the other end is submerged below the level of the water tail race. മെയിനായിട്ടും ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ്, രണ്ട് സിമ്പിൾ ഡ്രാഫ്റ്റ് ട്യൂബാണ്, തേർഡ് മോഡിഫൈഡ് ടൈപ്പ് ഓഫ് മൂഡി സ്പ്രെഡിങ് ട്യൂബാണ്, ഫോർത്ത് വൺ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ്. സോ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. സോ റിയാക്ഷൻ ടർബൈൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞു, ഫ്രാൻസിസ് ടർബൈൻ എന്താണെന്ന് പറഞ്ഞു, കെപ്ലാൻ എന്താണെന്ന് പറഞ്ഞു, ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയാണ് ടർബൈൻ എന്ന് പറയുന്ന പോർഷൻസ്.